ഈ രാജ്യത്തെ നടുക്കിയ വിമാന ദുരന്തത്തിൽ എന്തെങ്കിലും സംശയം നിൽക്കുന്നുണ്ടോ? സംശയം നമ്മൾ വെറുതെ സംശയം ഉണ്ടാക്കിയിട്ട് നാളെ എന്താണ് ഇതൊക്കെ കൃത്യമായ സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ വരുന്ന സമയത്ത് ഈ സംശയങ്ങൾ മാത്രം ബാക്കി ആളുകൾ വേണം നമ്മൾ പരിഹാസമാക്കാൻ വേണ്ടി. അപ്പം അങ്ങനെ സംശയത്തിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. സംശയിക്കാൻ ലോകത്ത് എന്തെങ്കിലും നമുക്ക് സംശയിക്കാം, സംശയിക്കുന്നവർ സംശയിക്കട്ടെ. നമുക്ക് തൽക്കാലം ഇതിൻ്റെ ഫാക്റ്റ് ആൻഡ് ഇതിൻ്റെ കാര്യത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ കാര്യങ്ങൾ. ഇതിൻ്റെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഈ വിഷ്വൽസ് നിങ്ങൾ ശ്രദ്ധിച്ച് ഇതേപോലെ ഒരു വിമാന അപകടം ഏതാണ്ട് ഇതേമാതിരി നടന്നത് ഫ്രാൻസിലാണ്. അത് വർഷം ഞാൻ പോകുന്നത്, ഞാൻ ഗോസിയം കോളേജിൽ പഠിക്കുന്ന സമയത്ത് 2002-2003 കോൺകോഡ് ദുരന്തം എന്നാണ് പറയുന്നത്. കോൺകോഡിൻ്റെ അവസാനത്തെ ഫ്ലൈറ്റ് ആയിരുന്നു അത് ഫ്രാൻസിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള ഫ്ലൈറ്റ്. ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്തു, ഏതാണ്ട് 2 മിനിറ്റിനുള്ളിൽ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൻ്റെ മുകളിൽ വന്ന് വീണു. ഇതേപോലെ വിഷ്വൽസൊക്കെ അവൈലബിൾ ആണ്, നിങ്ങൾ നോക്കിയാൽ. അതും ഇതായിട്ട് വളരെയധികം സാദൃശ്യമുണ്ട്. അതിന് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ കോൺകോഡ് വിമാനം പറന്നു ഉയർന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് തന്നെ അതിൻ്റെ പ്രൊപ്പല്ലറിൻ്റെ ഉള്ളിൽ നിന്ന് പുക വന്നു തുടങ്ങി. ഒരു പ്രൊപ്പല്ലർ അല്ല, അതിൻ്റെ എഞ്ചിൻ്റെ ഉള്ളിൽ, പ്രൊപ്പല്ലർ ജെറ്റ് എഞ്ചിനാണല്ലോ, എഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് പുക വന്നു തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പുക അടുത്ത എഞ്ചിനിലേക്കും വ്യാപിച്ചു. അങ്ങനെ വിമാനം ഈ പോലെ മെയ്ഡേ കോൾ പോകുന്നു. മെയ്ഡേ കോൾ എന്ന് വെച്ചാൽ വലിയ അപകടം ഉണ്ടാകാൻ പോകുന്നുള്ളൊരു കോളാണ് ഇവരുടെ ഭാഷയിൽ, പൈലറ്റുമാരുടെ ഭാഷയിൽ, ATCയുടെ ഭാഷയിൽ പറഞ്ഞത്. അപ്പോൾ ആ കോള് പോകുന്നു. ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് ഈ വിമാനം വലിയൊരു ഹോട്ടലിൻ്റെ മുകളിൽ വീണിട്ട് ആ ഹോട്ടലിലെ കുറച്ച് ആളുകൾ മരിക്കുന്നു. ഇതാണ് സംഭവിച്ചത്. പിന്നെ വലിയ പൊട്ടിത്തെറി ഉണ്ടാകും. ഏതാണ്ട് അതേപോലെ തന്നെയാണ് ഈ ഒരു കാര്യം നടന്നിട്ടുള്ളത്. അപ്പം കോൺകോഡോട് ആ ഒരു പാരീസിലെ ആ ഒരു ദുരന്തത്തോടു കൂടി കോൺകോഡ് പറക്കൽ നിർത്തി. ഇപ്പം കോൺകോഡ് ലാൻഡഡ് ആണ്. കോൺകോഡ് എന്നാൽ ശബ്ദത്തെക്കാട്ടും വേഗത്തിൽ പോകുന്ന സൂപ്പർസോണിക് വിമാനമായിരുന്നു. അപ്പം ജെറ്റ് വിമാനമായിരുന്നു. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇത് ഡ്രീം ലൈനറിൻ്റെ ഫസ്റ്റ് പിന്നെ ക്രാഷാണിത്. ഇങ്ങനെ ഒരു ഡ്രീം ലൈനർ, ബോയിങ്ങിൻ്റെ ഡ്രീം ലൈനർ കാറ്റഗറിയിൽ ഇതേവരെ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായിട്ടില്ല. അപ്പോൾ അന്ന് പിന്നെ അതിനെപ്പറ്റി അന്വേഷണങ്ങൾ നടന്നു. അതിനെ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ അതിൻ്റെ മുമ്പ് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു അൾജീരിയൻ ഫ്ലൈറ്റിൻ്റെ മുകളിൽ നിന്ന് അതിൻ്റെ എന്തോ ഒരു ചെറിയൊരു ഭാഗം, ഒരു ചെമ്പ് കഷ്ണമോ പിച്ചള എന്തോ ഒന്ന് താഴെ വീണ് കിടന്നിരുന്നു. അത് റൺവേന്ന് മാറ്റിയിരുന്നില്ല. അത് റൺവേന്ന് മാറ്റാതെ അടുത്ത് ടാക്സിയിൽ കിടന്ന് ഈ വിമാനമായിരുന്നു. അപ്പോൾ ഈ വിമാനം പിന്നെ ടേക്ക് ഓഫ് ആയ സമയത്ത് ഇതിൻ്റെ ടയർ ഈ ലോഹഭാഗത്ത് കുടുങ്ങിയിട്ട് ഒരു കഷ്ണം പൊട്ടി അത് ജെറ്റ് എഞ്ചിൻ്റെ ഉള്ളിലേക്ക് തെറിക്കുകയുണ്ടായി. അങ്ങനെ ജെറ്റിനുള്ളിൽ ഒരു എഞ്ചിന് തീ പിടിച്ചു. അധികം താമസിക്കാൻ മറ്റേ എഞ്ചിന് തീ പിടിച്ചു. അങ്ങനെയാണ് ആ ദുരന്തം ഉണ്ടായതെന്നാണ് എൻ്റെ ഒഫീഷ്യലായിട്ട് ഒരു വിശദീകരണം. ഒരു കാര്യം കണ്ടേ, തറോ ചെക്കപ്പൊക്കെ നടത്തിയാണ് ഈ വിമാനങ്ങളെല്ലാം തന്നെ ലാൻഡ് ഓഫ് ചെയ്യുന്നത്, ടേക്ക് ഓഫ് ചെയ്യുന്നത്. മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങൾ അക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വീഴ്ചയും വരുത്താറില്ല, പ്രത്യേകിച്ച് കോൺകോഡിൻ്റെ കാര്യത്തിൽ. അതിൽ സ്പീഡിൽ പോകുന്നൊരു വിമാനമാണ് അതാണ് അതിനെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ പക്ഷേ അങ്ങനെ തീ കാണുന്നില്ല, എഞ്ചിനൊരു തീ കാണുന്നില്ല. ഇതിനെ പിന്നെ നിയന്ത്രിക്കുന്ന ഫ്ലാപ്പ് എന്ന് പറഞ്ഞാൽ വിമാനം ഇങ്ങനെ തൊട്ട് വാക്കുന്നവർ ഇത് ചെക്ക് ചെയ്യും. ഒരു ബുക്കുണ്ട്, അതിൽ ഓരോ ഭാഗം ചെക്ക് ചെയ്തിട്ടാണ് ഫൈനലി ടേക്ക് ഓഫിന് അനുമതി കൊടുക്കുക. അപ്പം ആ ഫ്ലാപ്പുകൾ വർക്ക് ആവാത്തത് കൊണ്ട് വിമാനം പൊങ്ങിയില്ല എന്നാണ് ഇപ്പോൾ ഉള്ളൊരു ഞാൻ കണ്ടിട്ടുള്ള ഒരു അനുമാനം. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഏറ്റവും അത്യന്താധുനികമായ വിമാനത്തിന് ഈ ഒരു പ്രശ്നം എങ്ങനെ വന്നു എന്നുള്ളതാണ്. കാരണം അതൊക്കെ വളരെ മുമ്പേ പരിഹരിക്കപ്പെട്ട ഒരു പ്രശ്നമാണ്. അതും ടേക്ക് ഓഫിൻ്റെ മുമ്പേ വിമാനങ്ങൾ തറോ ചെക്കപ്പ് നടത്തി ഓരോ ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വിമാനം ലാൻഡ് ചെയ്യാൻ പോകുന്നതിന് മുമ്പേ ഇപ്പോൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു സാധനം, ഈ ചിറകിന് പിന്നിൽ ഒരു സാധനം ഇങ്ങനെ ഇതാണ് സംഭവം. ഇതാണ് വിമാനത്തിൻ്റെ ഗതി നിയന്ത്രിക്കുന്നത്. അപ്പോൾ അത് വർക്കായില്ല എന്നാണ് ഇപ്പം പറയുന്നത്. അപ്പോൾ സാങ്കേതിക തകരാറ്, ഒരു മെക്കാനിക്കൽ എറർ എന്നാണ് ഇപ്പം പറയപ്പെടുന്നത്. പക്ഷേ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഒരു ചോദ്യം. എന്താണ് സംഭവിച്ചത് എന്നുള്ളത്, ആ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ പാകിസ്ഥാന് വേണമെങ്കിൽ പറയാം. ചൈന മറ്റേ പവർ വെപ്പൺസ് ഉപയോഗിച്ച് കാണാൻ മറ്റേ ലേസർ രശ്മികളുടെ വെപ്പൺസ് ഉണ്ട് ഈ ഉപഗ്രഹങ്ങളിൽ നിന്ന്, വേണമെങ്കിൽ അത് പറയാം. പാകിസ്ഥാൻ എന്തെങ്കിലും പണിയിപ്പിച്ചെന്ന് പറയാം, അല്ലെങ്കിൽ ഇതിനുള്ളിൽ നിന്ന് തന്നെ വേറെ എന്തെങ്കിലും ചെയ്താന്നൊക്കെ പറയാം. പക്ഷെ അങ്ങനെയൊക്കെ ജമ്പിങ് ഇൻ കൺക്ലൂഷൻ നമ്മൾ ചെയ്യുന്നപ്പോൾ എന്തെങ്കിലും തെളിവ് കിട്ടണ്ടേ? വെറുതെ നമുക്ക് ഈ വ്യൂവേഴ്സിനെ കൂട്ടാൻ വേണ്ടി എന്ത് വണ്ടത്തരം പറയാൻ പറ്റില്ലല്ലോ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഒരു ദുരന്തം ഇത്രയും വലുതാവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ഫ്ലൈറ്റ് ഈ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ സമയത്ത് അതിന് പരമാവധി ഇന്ധനം ഉണ്ടാവും. ഇത് ലണ്ടനിൽ പറന്നെത്തേണ്ടതാണ്. ഈ കോൺകോഡിൻ്റെ വിഷയത്തിൽ അതാണ് സംഭവിച്ചത്. അമേരിക്ക പറന്നെത്തേണ്ടതാണ്. അപ്പം ഈ പിന്നെ ഓഷൻ ക്രോസ് ചെയ്യാൻ ആവശ്യമായ അത്രയും എന്തുണ്ടാവും, ഇന്ധനം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് ഈ രീതിയിൽ കത്തിയത്. മറ്റൊരു സംഭവിച്ചൊരു ബോംബ് പൊട്ടുന്ന പോലെ അല്ലേ ആ വിഷ്വൽസ് നിങ്ങൾ കാണുന്നത്. അത്രയും ഇന്ധനം ഉണ്ട് അതിൽ, ഏവിയേഷൻ സ്പിരിറ്റ് അത്രയും ഉണ്ട്. അവിടെ വരെ എത്താനുള്ള ഏവിയേഷൻ സ്പിരിറ്റ് ഉണ്ട്.
അതാണ് ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി ഇതിനെയും കൂട്ടിയത്. അപ്പം പൊതുവേ നമ്മളെ പൈലറ്റുമാരൊക്കെ ചെയ്യാന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവർ വട്ടമിട്ട് പറക്കില്ല വിമാനത്തിൽ ഈ എയർഡ്രോമിന് ചുറ്റും. അത് അന്നപ്പോൾ നിങ്ങൾ അതിൻ്റെ ചിറകിലോട്ട് നോക്കിയാൽ മതി, ചിറകിൽ നിന്ന് അവർ ഇങ്ങനെ ഇന്ധനം ഇങ്ങനെ കളയുന്നതാണ്, ഒരു ഫോഗ് ഇങ്ങനെ പോകുന്നതാണ്. അത് ആ ഇന്ധനം കളയുന്നതാണ്. ഇന്ധനം കളഞ്ഞ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ പോലും വലിയ തീപിടുത്തം ഉണ്ടാവില്ല. അപ്പം കോഴിക്കോട് അതാണ് സംഭവിച്ചത്. കോഴിക്കോട് വിമാനത്തെ ദുരന്തത്തിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വിമാനമാണ്. അപ്പം അതിപ്പം ഈ പറഞ്ഞ ഫ്യൂവൽ കത്തി തീർന്നിട്ടുണ്ട്, ഏതാണ്ട് കത്തി തീർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് തീപിടുത്തം ഉണ്ടാകാതിരുന്നത്. മനസ്സിലായില്ലേ? ഈ തീപിടുത്തം എപ്പോഴും ടേക്ക് ഓഫ് ചെയ്യുന്ന വിമാനത്തിൽ ഇഷ്ടംപോലെ ഇന്ധനം ഉണ്ടാകുന്നതുകൊണ്ട് ടേക്ക് ഓഫ് ചെയ്യുന്ന ഘട്ടത്തിലാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. കാരണം ഇന്ധനം കിടന്ന് കത്തും, ഇത് സ്പ്രെഡ് ചെയ്യും. പിന്നെ ഈ വിമാനയാത്ര 99% ഉണ്ടാകുന്നത് ടേക്ക് ഓഫിനും ലാൻഡിങ് അപകടങ്ങളുടെ ടേക്ക് ഓഫിൻ്റെയും ലാൻഡിങ്ങിൻ്റെ ഇടയിലാണ്. ഇതിനിടയ്ക്കുള്ളത് കുറവാണ്, ഇതിനിടയ്ക്ക് വളരെ കുറവാണ്. അപ്പോൾ ടേക്ക് ഓഫിന് ലാൻഡിങ് എന്ന് വെച്ചാൽ ഒരുപാട് പ്രോസസ്സല്ല. വിൻഡ് നോക്കണം, വിൻഡ് എതിരാണോ, വിൻഡ് അനുകൂലമാണോ, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് വരും. ടേക്ക് ഓഫ് കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ്. പക്ഷേ ടേക്ക് ഓഫിനാണ് ഏറ്റവും വലിയ പ്രശ്നം, കാരണം ഇത്രയും ഇന്ധനം കൂടി കിടക്കുകയാണ്. ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തീ പിടിക്കും. ഇപ്പം പലപ്പോഴും വിമാനങ്ങളിൽ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ക്രോസ് വിൻഡിലൊക്കെ പെട്ട് വിമാനം ഇളകി ആടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്, വിമാനം പൊന്തിയൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അതെന്തുകൊണ്ട് ഒരു തീപിടുത്തത്തിലേക്ക് പോയില്ല? കാരണം ഇത് ഇന്ധനം വളരെ കുറവാണ്. ഇതാണ് അപ്പം ഇങ്ങനെ ഈ ഒരു ഘട്ടത്തിൽ അങ്ങനെ പൊതുവേ ടേക്ക് ഓഫിൻ്റെ സമയത്ത് ഒരു അപകടം ഇല്ലാതിരിക്കാൻ വേണ്ടി തറോ ചെക്കപ്പ് എടുത്താറുണ്ട്. തറോ ചെക്കപ്പ് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ ടാറ്റ അങ്ങനെ ഒരു ഉടായ്പ കാണിക്കാറില്ല എന്നുള്ളതാണ് ഒരു കാര്യം ഈ ഒരു വിഷയത്തിൽ. പിന്നെ ഇങ്ങനെ നിങ്ങൾ വിമാന അപകടങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വിമാന അപകടം വലിയ തോതിൽ ഉണ്ടാവുന്നത് ഈ 3 തരത്തിലുള്ള സ്റ്റാഫ് ഉണ്ടല്ലോ വിമാനങ്ങൾക്ക്. ഒന്ന് പൈലറ്റ് ആൻഡ് ക്രൂ, പിന്നെ ഇത് മെക്കാനിക്കൽ സൈഡ് നോക്കുന്ന ആളുകൾ, ഇലക്ട്രിക്കൽ സൈഡ് നോക്കുന്ന ആളുകൾ. ഇവരെല്ലാം സർട്ടിഫിക്കേഷൻ കൊടുത്തതിന് ശേഷം ഓരോ ഫ്ലൈറ്റും ആരംഭിക്കുള്ളൂ. പക്ഷേ ഈ ഒരു വിമാന കമ്പനി നഷ്ടത്തിലാകുമ്പോൾ ഇവരാദ്യം ചെയ്യാന്ന് വെച്ചാൽ ഇവരാദ്യം ഗ്രൗണ്ട് ക്രൂവിനാണ് കുറയ്ക്കുക. മറ്റേ പൈലറ്റ് ഇല്ലാതെ പറപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? ചെക്കപ്പ് എടുത്തില്ല. അപ്പം മുമ്പൊരു ഗ്രീക്ക് പ്ലെയിൻ ഇതേപോലെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ 9/11 കഴിഞ്ഞ സമയത്താണ്. ഒരു വിമാനത്തിൻ്റെ ATC ഈ വിമാനത്തിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നില്ല. അപ്പം ഗ്രീസിൻ്റെ വിമാനം പറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗ്രീസിൻ്റെ 2 F-16 വിമാനങ്ങൾ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഇതിൻ്റെ പിന്നാലെ പോയി, ഒരു ഭീകരാക്രമണമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം നോക്കുമ്പോൾ അതിൽ ഒരാൾ ഇങ്ങനെ നടക്കുന്നത് കണ്ടു, വേറെ ഒന്നുമില്ല, വിമാനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ശീതീകരണ സംവിധാനത്തിൽ എന്തൊരു കുഴപ്പമുണ്ടായിരുന്നു. പ്രോപ്പറായിട്ട് സർവീസ് ചെയ്തില്ല വിമാനം. അപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ പൈലറ്റ് ഇത് എഴുതി വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ഈ വിമാനം ഗ്രീസ് കമ്പനിയുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു പെഗാസസ് എന്നിട്ടാണ് കമ്പനിയുടെ പേര്. അവരെ ഈ പൈസ ഇല്ലാത്തതുകൊണ്ട് അവരത് പരിഹരിക്കാതെ അടുത്ത ഫ്ലൈറ്റ് എടുത്തു. അപ്പോൾ എന്താ വെച്ചാൽ ഇത് ആകാശത്തെത്തിയോടുകൂടി പ്രഷർ ഭീകരമായതോടുകൂടി എന്ത് ചെയ്തു? AC സംവിധാനം പൂർണ്ണമായി തകർന്നു. അപ്പം പ്രഷർ ഭീകരമായിട്ട് കൂടി, പ്രഷറും കൂടി തണുപ്പും കൂടി. അപ്പോൾ ആളുകൾ മരിച്ചു, പൈലറ്റ് ഉൾപ്പെടെ. ഇതിൻ്റെ അവസാനം ഈ വിമാനം ബെല്ലി ലാൻഡ് ചെയ്യുകയായിരുന്നു. ഇതേപോലെ ഒരു മലഞ്ചെരുവിലേക്ക് ബെല്ലി ലാൻഡ് എന്ന് വെച്ചാൽ വിമാനം പോയി ഇങ്ങനെ ആദ്യം ഇത് ഇന്ധനം തീർന്നു കഴിഞ്ഞാൽ ഗ്ലൈഡ് ചെയ്യുമല്ലോ. അപ്പം F-16 വിമാനത്തിന് ഇങ്ങോട്ട് ഭീകരവാദികൾ ഉള്ളതായി തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് അവരിങ്ങനെ പിന്നെ എസ്കോട്ട് പോയി എന്നല്ലാതെ അവർ അറ്റാക്ക് ചെയ്തില്ല. അവസാനം വിമാനം ഗ്ലൈഡ് ചെയ്ത് പോയി. ഇന്ധനം തീർന്നപ്പോൾ ഗ്ലൈഡ് ചെയ്ത് പോകും. കുറേ ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് പോയിട്ട് അത് ബെല്ലി ലാൻഡ് ചെയ്തു. ബെല്ലി ലാൻഡ് ചെയ്യുമ്പോൾ എന്തിനല്ലാതുകൊണ്ട് കത്തിയില്ല വിമാനം. പക്ഷെ ആളുകളൊക്കെ മരിച്ചു. അപ്പം ടെക്നിക്കൽ ആയിട്ടുള്ള എറർ വരണമെങ്കിൽ അത് ഈ പറഞ്ഞ ചെക്കിങ് നടക്കാത്തതുകൊണ്ടായിരിക്കും. ടാറ്റ പൊതുവെ അങ്ങനെ ചെയ്യുന്നൊരു വിഭാഗമല്ല, ഒരു കമ്പനിയല്ല ടാറ്റ. വേറെ പല നമ്മളെ ഇന്ത്യയായിട്ട് വരുന്ന ഫെയറാണ്, മറ്റേതാണ് എന്നൊക്കെ കേൾക്കാറുണ്ട്. പക്ഷേ ഈ രീതിയിൽ ഗ്രൗണ്ട് സ്റ്റാഫിനെ വെട്ടിക്കുറച്ചിട്ട് ടെക്നിക്കൽ മെക്കാനിക്കൽ സ്റ്റാഫിനെ വെട്ടിക്കുറച്ചുകൊണ്ടുള്ള ഒരു അബദ്ധത്തിലേക്ക് ടാറ്റ പോകും എന്നെനിക്ക് തോന്നുന്നില്ല. അതും 10 വർഷം മാത്രം ബാക്കുള്ള ഒരു വിമാനമാണ്. എന്താണ് ഇതുവരെ പക്ഷേ ലോകത്തെ വിമാന അപകടങ്ങളുടെ ചരിത്രത്തിലെ ഒരു പുതിയൊരു സംഭവമായിരിക്കാൻ എല്ലാ സാധ്യതയുള്ളതാണ്. അട്ടിമറിക്കുള്ള സാധ്യതകൾ നമ്മളൊന്നും കാണുന്നില്ല. മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ ഫെയിലർ ഒന്നും സോഫ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പിന്നെ നമ്മൾ ഫ്രാൻസിലും ഈ പ്രശ്നം ഉണ്ടായി. എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. പക്ഷേ കറുത്ത പുക പോകുന്നുണ്ടായിരുന്നു. ഇവിടെ അതുമില്ല. പക്ഷേ എടുത്തു ചാടി ചൈനയുടെ പവർ വെപ്പണമെന്ന് ഞാൻ പറയില്ല, അത് പറയുന്നൊരു കാര്യമില്ല. കാരണം അതൊക്കെ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. അങ്ങനെയാണ് അവർക്ക് വേറെ പലതും ഉപയോഗിക്കാം. അപ്പോൾ ഇത് എന്തോ നമ്മൾ ഇതുവരെ മനസ്സിലാക്കാത്ത ഒരു സംശയം ബാക്കി നിൽക്കുക. അങ്ങനെ സംശയിക്കുന്നില്ല. എന്തിനാണെന്നറിയോ? എല്ലാവരും കയറി കിടന്ന് സംശയിക്കുന്നുണ്ട്. ഇങ്ങനെ സംശയിക്കാൻ നമുക്ക് എല്ലാത്തിനും സംശയിക്കേണ്ടി വരും. എന്തെങ്കിലും കണ്ടെത്തൽ വരട്ടെ.
പല വിമാനാപകടങ്ങളിലും ഈ പറയുന്ന പോലെ പുതിയ പുതിയ കാരണം, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ പെഗാസസ് സംഭവിച്ചത് ഈ തണുത്തുറഞ്ഞു പോയതാണ്, AC സംവിധാനം. അത് പിന്നെയാണ് മനസ്സിലായത് എന്താ സംഭവിച്ചത്, അന്വേഷണം നടന്നതിന് ശേഷം. അപ്പം ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ കാര്യത്തിൽ എങ്ങനെ തീ പിടിച്ചു, എഞ്ചിന് തീ പിടിച്ചു എന്നറിയില്ല, ഏത് കോൺകോഡിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അത് വരട്ടെ. ഇറ്റ് ഷുഡ് ബി ജമ്പ് ഇൻ ടു കൺക്ലൂഷൻസ്, അതിൻ്റെ ആവശ്യമില്ലല്ലോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.